എന്തെന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിന്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് പടവെട്ടുന്നത്. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ സുവിശേഷത്തിലൂടെ ഊമനായ ഒരു പിശാച് ബാധിതനെ സുഖപ്പെടുത്തുന്ന ഈശോയാണ് നമ്മൾ ഇന്ന് കണ്ടുമുട്ടുന്നത്. കേവലം ഒരു അത്ഭുതമായിട്ട് മാത്രം കാണാതെ ഇതിലൂടെ ക്രിസ്തു നമ്മളോട് എന്താണ് പറയുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. ഈ വചനഭാഗത്തിലൂടെ ഈശോ തന്റെ ദൗത്യം വളരെ വ്യക്തമായിട്ട് പ്രകടമാക്കുന്നുണ്ട്. ദൈവരാജ്യം സ്ഥാപിക്കാനാണല്ലോ ഈശോ ഈ ഭൂമിയിലേക്ക് വന്നത്. പാപത്തിന്റെ അടിമത്തത്തിൽ കഴിഞ്ഞിരുന്ന മനുഷ്യകുലത്തെ രക്ഷിക്കാനായിട്ട് അവൻ ഈ ഭൂമിയിൽ അവതരിച്ചു. യേശുവിന്റെ ജനന മരണ ഉത്ഥാനത്തിലൂടെ അവൻ അത് സ്ഥാപിക്കുകയും ചെയ്തു. പക്ഷേ മനുഷ്യകുലത്തെ പാപത്തിൽ തന്നെ അടിമപ്പെടുത്താൻ തക്കം പാർത്തിരിക്കുന്ന സാത്താൻ തന്റെ യുദ്ധം ആരംഭിച്ചിരുന്നു. അത് മനുഷ്യചരിത്രത്തിന്റെ ആരംഭം മുതലേ നമ്മൾ കാണുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ പാമ്പിന്റെ രൂപത്തിൽ വന്ന സാത്താനെ ദൈവം ശപിക്കുന്നത് ഇങ്ങനെയാണ്: നീയും അവളും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ശത്രുതയുളവാക്കും, അവൻ നിന്റെ തല തകർക്കുമെന്ന്. പക്ഷേ യേശുവിന്റെ രക്ഷാകര ദൗത്യത്തിലൂടെ സാത്താൻ അൻപേ പരാജയപ്പെട്ടു. അന്നു മുതൽ സാത്താൻ തക്കം പാർത്തിരിക്കുകയാണ് എങ്ങനെ ഈ ദൈവരാജ്യത്തിന്റെ മക്കളായി നമ്മളെ വീഴിക്കണമെന്ന്. ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് പത്രോസ് ലീഗ തന്റെ 1-ാമത്തെ ലേഖനത്തിലൂടെ പറയുന്നത്: നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് നടക്കുകയാണെന്ന്. പ്രിയമുള്ളവരെ, ഈ പിശാച് ദൈവരാജ്യവും തമ്മിലുള്ള യുദ്ധം നമ്മുടെ അവസാനം വരെ അത് തുടർന്നുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് വെളിപാട് പുസ്തകത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്: ദൈവകൽപ്പനകൾ കാക്കുന്നവരും യേശുവിന് സാക്ഷ്യം വഹിക്കുന്നവരുമായ അവരുടെ സന്താനങ്ങളിൽ ശേഷിച്ചിരുന്നവരോട് യുദ്ധം ചെയ്യാൻ അവൻ പുറപ്പെട്ടുവെന്ന്. ഈ യുദ്ധത്തിൽ നമ്മൾ ആരുടെ ഭാഗത്താണ്? ദൈവരാജ്യത്തിന്റെയോ അതോ സാത്താന്റെയോ? നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം. സുവിശേഷത്തില് ഊമനായവനെ സുഖപ്പെടുത്തിയപ്പോൾ ജനങ്ങൾ അത്ഭുതപ്പെട്ടു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. പിന്നീട് 2 തരത്തിലുള്ള പ്രതികരണങ്ങളാണ് ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ആദ്യത്തെ കൂട്ടര് യേശുവിലെ ദൈവികതയെ നിരസിച്ചുകൊണ്ട് ദൈവത്തെ തള്ളിപ്പറയുന്നുണ്ട്. ഇത് വളരെ വ്യക്തമായ ദൈവദൂഷണമാണ്. ദൈവത്തെയും ദൈവികതയും തള്ളിപ്പറഞ്ഞുകൊണ്ട് ദൈവമില്ല എന്ന് വാദിക്കുന്നവരൊക്കെ ഈ ഒരു ഗണത്തിൽ നമുക്ക് ചേർക്കാം. കത്തോലിക്ക മതബോധന ഗ്രന്ഥത്തിലൂടെ നമ്മളെ ഇപ്രകാരം സഭ പഠിപ്പിക്കുന്നുണ്ട്: മരണസമയത്ത് പോലും അനുതപിക്കാതെ സ്വന്തം പാപത്തിൽ തന്നെ മരിക്കുന്നവര് പരിശുദ്ധാത്മാവിനെതിരായി പാപം ചെയ്യുന്നു എന്നുള്ളത്. അപ്പൊ ഈ കൂട്ടരൊരിക്കലും ഈ യുദ്ധത്തില് ദൈവത്തോടൊപ്പമല്ല, മറിച്ച് സാത്താനോടൊപ്പമാണ്. ഇനി 2-ാമത്തെ കൂട്ടര് അവര് ക്രിസ്തുവിനോട് ഒരു അടയാളം ചോദിക്കുന്നുണ്ട്. അതവരുടെ വിശ്വാസത്തെ ആഴപ്പെടുത്താനല്ല, നേരെ മറിച്ച് യേശുവിനെ പരീക്ഷിക്കാനാണ്. ഇതേ രീതിയിൽ പരീക്ഷിക്കാൻ വേണ്ടി ഒരടയാളം ആവശ്യപ്പെടുന്ന ഒരു മനുഷ്യനെ പുറപ്പാടിന്റെ പുസ്തകത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. മോശയോട് അടയാളം ചോദിക്കുന്ന ഫറവോ. അയാളും ദൈവത്തെ നിരസിക്കുകയാണ് ചെയ്തത്. ഈ അടയാളം അന്വേഷിച്ച് യേശുവിന്റെ അടുക്കൽ വന്ന പുരോഹിത പ്രമുഖന്മാരോടും നിയമജ്ഞരോടും ഈശോ വളരെ കണിശമായിട്ട് സംസാരിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 12-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. ഈശോ പറയുന്നു: ദുഷിച്ചതും അവിശ്വസ്തവുമായ തലമുറ അടയാളം അന്വേഷിക്കുന്നുവെന്ന്. ഇതേ വാക്യം തന്നെ വീണ്ടും ഈശോ മത്തായിയുടെ സുവിശേഷം 16-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്. അപ്പം അടയാളങ്ങൾ അന്വേഷിക്കുന്നവരോട് യേശുവിന് എന്നും ഒരു അകൽച്ചയുണ്ടായിരുന്നു എന്ന് സാരം. മാത്രമല്ല, പൈശാചിക ശക്തികൾ കൊണ്ട് അടയാളങ്ങൾ പ്രവർത്തിക്കാൻ കഴിവുള്ളവരെ നമ്മൾ വചനത്തിൽ കണ്ടുമുട്ടുന്നുണ്ട്. അപ്പോസ്തല പ്രവർത്തനം 16-ാമത്തെ അധ്യായത്തില് അത്തരത്തിലുള്ള ഒരു പെൺകുട്ടിയുടെ ജീവിതം നമ്മൾ വായിക്കുന്നുണ്ട്. പൗലോസ് ലീഹ വളരെ വ്യക്തമായിട്ട് ഇക്കാര്യത്തെക്കുറിച്ച് കൊറിന്തോസുകാരെ ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. അത്ഭുതപ്പെടേണ്ട, പിശാച് പോലും പ്രഭാപൂർണനായ ദൈവദൂതന്റെ വേഷം കെട്ടുന്നുവെന്ന്. നമ്മുടെ ഈ നൂറ്റാണ്ടിന്റെ വലിയ വിശുദ്ധനായ പാദ്രി പിയുടെ ജീവചരിത്രത്തിലും ഇത്തരത്തിലുള്ള ഒരു കാര്യം നമ്മൾ വായിക്കുന്നുണ്ട്. ക്രൂശിത രൂപത്തിൽ നിന്നും പിശാച് അദ്ദേഹത്തോട് സംസാരിച്ചുവെന്ന്. അതുകൊണ്ട് നമുക്ക് ഉറപ്പിക്കാം, അത്ഭുതങ്ങളും അടയാളങ്ങളും നമ്മുടെ ദൈവരാജ്യത്തിലെ അംഗത്വത്തെ നിർണയിക്കുന്നില്ല. ഇനി എങ്ങനെയുള്ളവരാണ് ദൈവരാജ്യത്തിന്റെ അംഗങ്ങൾ? ഇന്നത്തെ സുവിശേഷം കുറച്ചും കൂടെ മുന്നോട്ട് വായിക്കുമ്പോൾ നമ്മളത് കണ്ടെത്തുന്നുണ്ട്. 11-ാമത്തെ അധ്യായം 28-ാം വാക്യം: ദൈവവചനം കേട്ട് അത് പാലിക്കുന്നവർ കൂടുതൽ ഭാഗ്യവാന്മാരെന്ന്. ഈ ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റുന്നവരാണ് സ്വർഗരാജ്യത്തിന്റെ പങ്കുകാരെന്ന് സാരം. നമ്മൾ മനുഷ്യരാണ്, നമുക്ക് ഒത്തിരിയേറെ ബലഹീനതകളുണ്ട്. ഈ യുദ്ധത്തിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ വീണു പോകാറുമുണ്ട്. പക്ഷേ നിരാശരാവേണ്ട, ദൈവം നമ്മളെ വീണ്ടെടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് ഇന്നത്തെ സുവിശേഷത്തിലെ ഒരു ചെറിയ ഉപമയിലൂടെ ഈശോ വ്യക്തമാക്കുന്നുണ്ട്. ശക്തനായവൻ ആയുധധാരിയായിട്ട് കൊട്ടാരത്തിന്റെ കാവൽ നിൽക്കുന്നു.
എന്നാൽ അതിനേക്കാൾ ശക്തനായ ഒരുവൻ വന്ന് അവനെ കീഴ്പ്പെടുത്തുകയും കൊട്ടാരത്തിലുള്ള സകലതും സ്വന്തമാക്കുകയും ചെയ്യുന്നുവെന്ന്. ഇവിടെ ശക്തനായ ആയുധധാരി പിശാചാണ്, കൊട്ടാരം നമ്മളും. എന്നാൽ അതിനേക്കാൾ ശക്തനായ ക്രിസ്തു വന്ന് ഈ പിശാചിനെ അടിമപ്പെടുത്തി നമ്മളെയൊക്കെ സ്വന്തമാക്കുന്നുണ്ട്. ക്രിസ്തുവിന്റെ ഈ പ്രവർത്തനത്തോട് നമ്മൾ എത്രമാത്രം ചേർന്ന് നിൽക്കുന്നു? കുമ്പസാരത്തിലൂടെ നമ്മുടെ പാപങ്ങളൊക്കെ മോചിക്കപ്പെടുന്നുണ്ട്. നമ്മൾ വീണ്ടും ക്രിസ്തുവിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. എന്നാൽ ഈ പാപങ്ങൾ മോചിക്കപ്പെട്ട് പരിശുദ്ധമായ നമ്മുടെ ഹൃദയത്തില് ക്രിസ്തുവിനും അവന്റെ വചനത്തിനും ദൈവരാജ്യത്തിന്റെ മൂല്യങ്ങൾക്കും നമ്മൾ സ്ഥാനം കൊടുക്കുന്നില്ലെങ്കിൽ അത് ശൂന്യമായിട്ട് തന്നെ നിൽക്കും. ഈ ശൂന്യതയിലേക്ക് വീണ്ടും തിന്മകൾ പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരുന്നുണ്ട്. പഴയ നിയമത്തിലെ സാവുൾ രാജാവിന്റെ ജീവിതത്തിൽ പറ്റിയത് അതല്ലേ? അഭിഷിക്തനായിരുന്ന അദ്ദേഹം തന്റെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരുന്ന ചെറിയ തെറ്റുകളെ അവഗണിച്ച് ദൈവത്തിന്റെ ആത്മാവ് അവനിൽ നിന്ന് വേർപിരിഞ്ഞു പോവുകയും അവന്റെ അന്ത്യം വളരെ പരിതാപകരമാവുകയും ചെയ്തു. പ്രിയമുള്ളവരെ, നമ്മുടെ പാപകരമായ ജീവിതത്തെക്കുറിച്ച് നമുക്ക് അറിവുണ്ടായിട്ടും അതിനുവേണ്ടി നമ്മൾ പരിഹാരം ചെയ്യുന്നില്ലെങ്കിൽ പതിയെ പതിയെ നമ്മുടെ ജീവിതവും ഇതുപോലെ നാശത്തിലേക്ക് പോകും എന്ന് സാരം. അതാണ് ഈശോ സുവിശേഷത്തിലെ രണ്ടാമത്തെ ഒരു ഉപമയിലൂടെ നമുക്ക് വ്യക്തമാക്കി തരുന്നത്. അലഞ്ഞു തിരിഞ്ഞ പിശാച് അവസാനം അവനേക്കാൾ ദുഷ്ടരായ മറ്റു പിശാചുകളെ കൂട്ടിക്കൊണ്ടുവന്ന് ആ ഭവനത്തിൽ വാസമുറപ്പിക്കുന്നുവെന്ന്. പ്രിയമുള്ളവരെ, ദൈവരാജ്യവും സാത്താനും തമ്മിലുള്ള ഒരു യുദ്ധം, നമുക്ക് വേണ്ടിയുള്ള യുദ്ധം അനുദിനം നടന്നുകൊണ്ടിരിക്കുകയാണ്. പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകത്തില് കായേനെ ദൈവം ഒരു കാര്യം എപ്പോഴും ഉദ്ബോധിപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാപം വാതിൽക്കൽ തന്നെ പതിയിരിപ്പുണ്ടെന്ന് ഓർക്കണം. അത് നിന്നിൽ താല്പര്യം വെച്ചിരിക്കുന്നു, നീ അതിനെ കീഴടക്കണം. പ്രിയമുള്ളവരെ, കീഴടക്കാനായിട്ട് നമുക്ക് സ്വയം പറ്റത്തില്ല. ദൈവത്തിന്റെ സഹായം നമുക്ക് വേണം. ആ ദൈവത്തോട് ചേർന്ന് നിന്ന് നല്ലത് പ്രവർത്തിച്ചുകൊണ്ട് ദൈവരാജ്യത്തിന്റെ അംഗങ്ങളായിട്ട് നമുക്ക് മാറാം. കാരണം എപ്പോഴും ജയിക്കുക ദൈവരാജ്യമാണ്. ഈ ദൈവരാജ്യത്തോടൊപ്പം നിന്ന് പടവെട്ടാനായിട്ട് സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് ഉറച്ചു നിൽക്കാം. സമാധാനത്തിന്റെ സുവിശേഷത്തിനുള്ള ഒരുക്കമാകുന്ന പാദരക്ഷകൾ ധരിക്കാം. സർവോപരി ദുഷ്ടന്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്നതിന് നമ്മളെ ശക്തരാക്കുന്ന വിശ്വാസത്തിന് പരിചയെടുക്കാം. രക്ഷയുടെ പടത്തൊപ്പി അണിഞ്ഞ് ദൈവവചനമാകുന്ന ആത്മാവിന്റെ വാളെടുക്കുകയും ചെയ്യാം. ഈശോയുടെ കൃപ നമ്മളോടുകൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ.